യുണൈറ്റഡ് ഓസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ബീഫ് വരട്ടിയതും അതിൻ്റെ കൂടെ നമ്മുടെ കാസർഗോഡൻ കൽത്തപ്പം. അല്ല, കാസർഗോഡ് മാത്രമല്ല ഈ ഐറ്റമുള്ളൂ. കാസർഗോഡ് മാത്രമുള്ളൊരു അപ്പമാണ് കൽത്തപ്പം. എന്തരിയാന്ന്? പച്ചരി, പുഴുങ്ങലരി, കുറച്ച് ചോറ് അരച്ചിട്ട്. ഓക്കെ, പച്ചരി, പുഴുങ്ങലരി, ചോറ് ഇതൊക്കെ കുറച്ച് അരച്ചിട്ട് അതിൻ്റെ കൂടെ തേങ്ങ ഇട്ടിട്ട് എണ്ണയിൽ ചട്ടിയിൽ. അപ്പോൾ ഈ ഐറ്റം ഇത് സ്പെഷ്യലിൽ ഒരു കൽത്തപ്പം സ്പെഷ്യലാണ്. അത് ആർക്കും അറിയില്ല, കാസർഗോഡ് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ബീഫ് വരട്ടിയതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഐറ്റങ്ങളൊക്കെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ പറഞ്ഞെടുത്തോളൂ. ഇതിപ്പോൾ നമ്മൾ എടുത്തത് ഒരു 1/2 കിലോ ബീഫാണ്. 1/2 കിലോ ബീഫ് എടുത്ത്, പിന്നെ കുറച്ച് തേങ്ങ കൊത്തെടുത്ത്, പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പും, ചെറിയ ഉള്ളി, വലിയ ഉള്ളി ഇടുന്നില്ല നമ്മൾ, ചെറിയ ഉള്ളി ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണ് മുളകിൻ്റെ പൊടി, 3 ടീസ്പൂണ് മല്ലിപ്പൊടി, മീറ്റ് മസാല 2 ടീസ്പൂൺ. ഇത് വറുത്തിട്ട് എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളി, പച്ചമുളക്. ഇതാണിപ്പം ഇതിന് ആവശ്യമുള്ള സാധനം. അതെന്താണ്? ജീരകം, അത് ഉലുവ, കടു. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ പരിപാടി. തുടങ്ങാമല്ലോ. ഓക്കെ, കറക്റ്റ് വെക്കാം. തേങ്ങ കുറച്ചല്ല ചൂടായിട്ടുണ്ടല്ലോ. ചൂടായിട്ടുണ്ട്. ഒന്ന് കുറച്ചൊന്ന് മൂത്ത് തരട്ടെ. കുറച്ച് കടുക് ഇട്ടു. അങ്ങനെ ഉള്ളി ഇട്ട് കൊടുക്കണത്, ചെറിയ ഉള്ളി അല്ലേ? ചെറിയ ഉള്ളി. ഈ വലിയ ഉള്ളിനേക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ്. പിന്നെന്ത്? നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പച്ചമുളകും വെളുത്തുള്ളി. നമുക്ക് നേരത്തെ മിക്സാക്കിയ മസാല ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് പെപ്പർ, ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അര കിലോ നമ്മളിത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ബീഫ് എടുത്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്, ബീഫിൻ്റെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് വേണം ഇലയിനോട് മറ്റേ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി. ഇത് ഗരം മസാല, മസാല എല്ലാം കഴിഞ്ഞു. കറിവേപ്പില, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വേണ്ടേ.
അടച്ചു വെക്കാം നമുക്ക്. ഇത് കുറേ സമയം പിടിക്കും അല്ലേ ഇപ്പോൾ ആവുന്ന? 10-15 മിനിറ്റ് എടുക്കില്ലേ? പുക അടിച്ചിട്ട് അതിന് സാധാരണ കുക്കറിലടിച്ച് പോയിരുന്നത് ഇത് തന്നെ പോയിരിക്കണം. ഇല്ല എന്നിട്ട് കുറേ വേണ്ട. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ലാസ്റ്റ് അല്ല, നല്ല മണമുണ്ട് കേട്ടോ. നമുക്ക് നിറക്കി വെക്കാം. ഇതാണ് നമ്മുടെ ബീഫ് സെറ്റായിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ നേരത്തെ പരിപാടി കളിയാ അത് അവിടുന്ന് പരിപാടി ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് വരട്ടിയത്, പിന്നെ ഇനി നെക്സ്റ്റ് നമ്മുടെ കൽത്തപ്പം, കാസർഗോഡൻ കൽത്തപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് നേരത്തെ തെറ്റായിട്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണും, അത് ഫുൾ തെറ്റാണ്. ഫുൾ തെറ്റല്ല, ഒരു പുഴുങ്ങലരി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുഴുങ്ങലരി ചേർക്കണ്ട. ഒന്ന് ഇൻഗ്രീഡിയൻസ് എന്തായാലും ഒന്നും കൂടെ പറഞ്ഞു. പച്ചരി, പിന്നെ കുറച്ച് ചോറ്, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, വലിയ ജീരകം, പിന്നെ ഉള്ളി, നമ്മുടെ ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് ജ്യൂസിലിട്ട് അടിച്ച് എടുക്കാം. 1 മണിക്കൂർ വെക്കാം, മിക്സിയിലിട്ട് അടിച്ച് വെക്കാം. ഓക്കെ. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. ചട്ടി ചൂടാകുമ്പോൾ സാധനം ഒരു 3 കൈ ഒഴിച്ച് കൊടുക്കാം. 3 കൈയിലല്ലേ? കട്ടി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ കൽത്തപ്പത്തിൻ്റെ സ്പെഷ്യലാണ് ആ സംഭവം. കട്ടി ഉണ്ടാവും അപ്പത്തിന്. ഓക്കെ. അപ്പോൾ ഇതിന് ഒരു പ്രാവശ്യം മറിച്ചിടാനുണ്ടല്ലേ? ഡബിൾ സൈഡ് ഒന്ന് വേവാനുണ്ടല്ലേ? 2 സൈഡും മാറിക്കോ. അയ്യോ, 2 വർഷം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി കാലത്തപ്പം. അപ്പോൾ അത് കട്ട് ചെയ്യുന്നൊരു ഇതാണ് കാണിക്കുന്നത്. ഇത്ര കട്ട് ചെയ്യുന്നുണ്ടാവും സാധനം. നമുക്ക് ശരിക്കും കറി കൂട്ടേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് ടേസ്റ്റ് ഉണ്ട്, ഞാൻ തിന്നു നോക്കി. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ തിന്നാനാണ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ബീഫ് കറിയും കൂടി ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നല്ല മാച്ചാണ്. ടേസ്റ്റ് നോക്കാമല്ലേ പോളിയോ? അയ്യോ, അടിപൊളി. ടോപ്പ് പൊളി സാധനം കേട്ടോ. ഇത് ഇറച്ചിക്കറിയും കോഴിക്കറിക്കും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അരച്ച് വെച്ച കോഴിക്കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ബിഷ്ണിജാൻ. ടാറ്റ.